നമസ്കാരം, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് അപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ്. മട്ടൺ സ്റ്റൂവിന് വേണ്ടിയിട്ടുള്ള മട്ടൺ ഏകദേശം 1/2 കിലോയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തത്, ഒരു 10-15 അല്ലി വെളുത്തുള്ളി, 2-3 കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്, ഒരു 5-8 പച്ചമുളക്, വലിയ ഉരുളക്കിഴങ്ങ് മുറിച്ചെടുത്തത്, ചെറുതാണെങ്കിൽ 2 ഉരുളക്കിഴങ്ങ് എടുക്കാം. ഇത്രയും ചേരുവകളാണ് മട്ടൺ സ്റ്റൂവിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇനി ഇത് ഓരോന്നായിട്ട് ഒരു കുക്കറിലേക്ക് മാറ്റാം. മട്ടൺ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഉരുളക്കിഴങ്ങ് കണ്ടില്ലേ, ഈ ഒരു വലുപ്പത്തിലാണ് മുറിച്ചെടുക്കുന്നത്. പച്ചമുളക് നടുവേ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ക്യാരറ്റും ചതുര ഷേപ്പ് വരുന്ന രീതിയിലാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. സവോള ചെറുതായിട്ട് മുറിച്ചാണ് എടുത്തിരിക്കുന്നത്, നീളത്തിലല്ല അരിയുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചാണ് എടുത്തിരിക്കുന്നത്. ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതി. അടുത്തതായിട്ട് സ്റ്റൂവിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. 2-ാം പാലും 1-ാം പാലും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. 2-ാം പാലിലാണ് മട്ടൺ വേവിച്ചെടുക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 2-ാം പാലിൻ്റെ ഏകദേശം ഒരു പകുതി ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. സാധാരണയായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാറുണ്ട്. ഞാൻ ഇതിൻ്റെ എരിവ് നോക്കിയിട്ട് അവസാനം മാത്രമേ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പെരുംജീരകവും ഏലക്കായും കൂടെ പൊടിച്ചതാണ്. സ്റ്റൂവിന് ടേസ്റ്റ് കൊടുക്കുന്ന ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റാണ് പെരുംജീരകവും ഏലക്കായും കൂടെ പൊടിച്ചത്. പൊടിച്ചതിൻ്റെ ഒരു 1/4 ഭാഗം വേവിക്കുന്ന സമയത്ത് ഈ ഇറച്ചിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ളത് ഇറച്ചി വെന്തതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ചേരുവകളെല്ലാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച കുക്കറിൽ വേവിച്ചെടുക്കാം. ഓരോരുത്തരും അവരവരുടെ കയ്യിലുള്ള മട്ടൻ്റെ വേവ് അനുസരിച്ച് വേവിച്ചെടുക്കുക. മട്ടൺ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അപ്പം ചുട്ടെടുക്കാം. നല്ല തൂവെള്ള സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി അപ്പം ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി നാളെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ കുറച്ച് കാഷ്യൂ നട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കുതിർത്തതിന് ശേഷം അരച്ചെടുത്ത് മട്ടൺ സ്റ്റൂവിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ മട്ടൺ സ്റ്റൂവിന് നല്ല കൊഴുപ്പും ടേസ്റ്റും ഒന്നും കൂടെ കൂടുതലായിട്ട് കിട്ടും. ഈ സമയമായപ്പോഴേക്ക് മട്ടൺ ഇവിടെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. മട്ടൻ്റെ കൂടെ വെജിറ്റബിൾ ചേർക്കുമ്പോൾ ചിലപ്പോൾ വെന്തൊടിഞ്ഞു പോകുമോ എന്നൊക്കെ ചിലർക്കെങ്കിലും ഡൗട്ട് കാണും. അങ്ങനെ വെന്തൊടഞ്ഞൊന്നും പോകുകയില്ല, നല്ല കറക്റ്റ് വേവിലായിട്ട് കിട്ടും. ഇതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന പെരുംജീരകത്തിൻ്റെ ഏലക്കായുടെയും പൊടിയുടെ ബാക്കിയും 2-ാം പാലിൻ്റെ ബാക്കിയും ചേർത്ത് കൊടുക്കാം. ഇത് 1 ടീസ്പൂൺ കോൺഫ്ലവർ ആണ്. ഇത് കുറച്ച് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ ഇല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് 1 ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുത്താലും മതി. ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിൻ്റെ എരിവ് നോക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വൈറ്റ് പെപ്പറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ കറുത്ത കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റൂവിൻ്റെ ആ കളർ മാറിപ്പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വൈറ്റ് പെപ്പർ ചേർത്ത് കൊടുക്കുന്നത്. നേരത്തെ കുതിർത്തരച്ചെടുത്ത അണ്ടിപ്പരിപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സ്റ്റൂ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം മാത്രമേ ഇതിലേക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. 1-ാം പാൽ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. അതിനുശേഷം ഉടനെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോഴുള്ള ഈ ഒരു ചൂടിൽ തന്നെ തേങ്ങാപ്പാൽ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. പാൽ ചേർത്തതിന് ശേഷവും തീ കത്തിച്ചിട്ടുണ്ടെങ്കിൽ പാല് പിരിഞ്ഞു വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇവിടെ ഇപ്പോൾ മട്ടൺ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്പത്തിന് കോമ്പിനേഷനായിട്ട് കഴിക്കാം. ഇവിടെ ഇപ്പോൾ ഈ മട്ടൺ സ്റ്റൂവിൻ്റെ മുകളിലായിട്ട് എണ്ണ തെളിഞ്ഞതുപോലെ കാണുന്നുണ്ടാകും. അത് കുറച്ച് നെയ്യ് കൂടിയ മട്ടൺ ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. അതുപോലെ നെയ്യ് താല്പര്യമില്ലാത്തവർക്ക് ആ നെയ്യ് ഒഴിവാക്കിയതിന് ശേഷം മട്ടൺ വേവിച്ചെടുക്കാം. മട്ടൺ സ്റ്റൂ ഉണ്ടാക്കിയിട്ട് 1 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കാണ് മട്ടൺ സ്റ്റൂവിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇറച്ചിയിലേക്കൊക്കെ തേങ്ങാപ്പാൽ നന്നായിട്ട് പിടിച്ചു വരും. ഇന്നത്തെ ഈ മട്ടൺ സ്റ്റൂവിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.